നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ ചില കലഹങ്ങളും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന വഴക്കുകൾ അധികം വലിച്ചു നീട്ടാതെ പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വീട്ടിൽ വഴക്കായിരിക്കും. പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും എപ്പോഴും വഴക്കാണ്. അത് അവരുടെ മനസ്സമാധാനം തകർക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങി ഒടുവിൽ വഴക്കിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ചില വീടുകളിലെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രശ്നങ്ങൾ കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വാസ്തുദോഷം തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യ ഭർത്താക്കന്മാർ കിടന്നുറങ്ങുന്ന കട്ടിലിന് അടിയിലായിട്ട് വയ്ക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. ചില വസ്തുക്കൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന കട്ടിലിന് താഴെ വയ്ക്കുന്നത് ജീവിതത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കും. ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ എന്നും വീട്ടിൽ വഴക്കാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞ് തുടക്കം കുറിച്ചു കഴിഞ്ഞാലും ഒടുക്കം ഒരു വഴക്കിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാരണം എന്താണ്? എന്തെങ്കിലും ജാതകദോഷമാണോ? അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ ചേരാത്തതാണോ പ്രശ്നം? മിക്കപ്പോഴും വാസ്തുദോഷം തന്നെയാണ് വില്ലനായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഐക്യമില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വാസ്തു കാര്യങ്ങളെക്കുറിച്ചാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. ഒരിക്കലും അത് ഒരു അന്ധവിശ്വാസമല്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. വാസ്തുപ്രകാരം നമ്മൾ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ സന്തോഷവും ഐക്യവും അതുപോലെ തന്നെ സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേരും. വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നെഗറ്റീവ് ഊർജ്ജമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നെഗറ്റിവിറ്റിയിലേക്കാണ് പോവുക. ഈവൻ നമ്മൾ ചിന്തിക്കുന്നത് പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ജീവിക്കുന്ന ചുറ്റുപാടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, പോസിറ്റീവ് ഊർജം നിറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിൽ ചില സാധനങ്ങൾ, ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് വഴി നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, കിടക്കുന്ന കട്ടിലിനടിയിൽ വയ്ക്കാൻ പാടില്ലാത്ത വസ്തുക്കളിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ചൂല്. നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ എടുക്കാനുള്ള എളുപ്പത്തിനോ അല്ലെങ്കിൽ റൂം മാത്രം ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയുക, ചൂലോ മോപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ വീട് വൃത്തിയാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ കട്ടിലിന് അടിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുത്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ നമ്മുടെ കട്ടിലിനടിയിൽ, നമ്മൾ കിടന്നുറങ്ങുന്ന കട്ടിലിനടിയിലായിട്ട് ഇതുപോലെ വൃത്തിയാക്കുന്ന വസ്തുക്കൾ വയ്ക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുകയും അവിടെ ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, നമ്മളിങ്ങനെ ചൂലൊക്കെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇവയൊക്കെയുമുണ്ട്. ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പ് വസ്തുക്കളാണ്. ഇരുമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ നിങ്ങൾ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടുന്ന് മാറ്റേണ്ടതാണ്.
ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് ഇരുമ്പ് വസ്തുക്കൾക്ക് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടിലിനടിയിൽ ഇരുമ്പ് പെട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പണിയായുധങ്ങളോ ഇരുമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ സൂക്ഷിക്കുന്നത് വഴി അവിടേക്ക് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുകയും അത് നമ്മൾ ആ റൂമിൽ താമസിക്കുന്ന ആൾക്കാരിലേക്കും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഇരുമ്പിൻ്റെ കട്ടിൽ ഉപയോഗിക്കാമോ എന്നുള്ളത്. ഇരുമ്പിൻ്റെ കട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ കട്ടിലിൻ്റെ അടിഭാഗമാണ് ഞാൻ പറയുന്നത്. കഴിയുന്നതും നിങ്ങളുടെ കട്ടിലിൻ്റെ അടിഭാഗത്ത് ഒഴിച്ചിടുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ സ്റ്റോറേജ് ബോക്സ് പോലെയൊക്കെയുള്ള കട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തുണിയൊക്കെ വയ്ക്കാവുന്നതാണ്. അതല്ലാതെ മറ്റു പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഇതിനടിയിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല. അങ്ങനെ സൂക്ഷിക്കുന്നത് വഴി നമ്മുടെ വീട്ടിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഇതുണ്ടാക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കട്ടിലിനടി ഇപ്പം നോർമലായിട്ടുള്ള ഒരു കട്ടിലാണ് എന്നുണ്ടെങ്കിൽ കട്ടിലിനടി എപ്പോഴും ഒഴിച്ചിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ടിലിന് മുകളിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റാണ്. പലരും ഇന്ന് പലതരത്തിലുള്ള ഡിസൈനുകളിലുള്ള ബെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യും. പല രീതിയിലുള്ള ബെഡ്ഷീറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ വരുന്ന ബെഡ്ഷീറ്റുകൾ വാങ്ങിക്കാതിരിക്കുക. അതായത് ചില ബെഡ്ഷീറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് 2 ബെഡ്ഷീറ്റാണ് എന്ന് തോന്നിപ്പോവും ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകൾ നിങ്ങൾ ഒരു കാരണവശാലും ഭാര്യയും ഭർത്താവും കിടക്കുന്ന കട്ടിലിൽ വിരിക്കാൻ പാടുള്ളതല്ല. അവിടെ അത് 2ആയി വിഭജിച്ച പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാവും നിങ്ങളുടെ ജീവിതവും. 2ആയിട്ട് വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ 2 ഡിസൈൻ ഉള്ളത് എന്നതുപോലെ തന്നെ ഒരു ബെഡിൽ 2 ബെഡ്ഷീറ്റും വിരിക്കാൻ പാടുള്ളതല്ല. ചില ആൾക്കാർ പകുതിയൊക്കെ ആയിട്ട് വിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ വിഭജിക്കുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റുകൾ വാങ്ങാതിരിക്കുക. അതും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നതായിരിക്കും, ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് വാങ്ങുന്നതായിരിക്കും. എന്നിരുന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കട്ടിലിനടിയിൽ വയ്ക്കാൻ പാടില്ലാത്ത വസ്തുക്കളിൽ അടുത്തതായിട്ട് പറയേണ്ടത് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ പോലുള്ളതാണ്. അതായത് ചില ആൾക്കാർ പറയും പുതിയ ഷൂ അല്ലെങ്കിൽ പുതിയ ചെരുപ്പുകളൊക്കെ ഈ കട്ടിലിൻ്റെ അടിയിലായിരിക്കും സൂക്ഷിക്കുന്നത്. നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, അത് പുതിയ വസ്തുവാണ്. പുതിയതായാലും പഴയതായാലും ചെരുപ്പോ ഷൂവോ പോലുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും കിടന്നുറങ്ങുന്ന കട്ടിലിനടിയിലായിട്ട് വയ്ക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ നമ്മൾ കട്ടിലിനടിയിൽ ചെരുപ്പുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ റൂമിൽ മൊത്തം നെഗറ്റീവ് എനർജി ആയിരിക്കും. അതോടൊപ്പം ആ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്കും അത് വളരെ ദോഷകരമായ രീതിയിൽ തന്നെ ബാധിക്കും. രോഗങ്ങൾ ഉണ്ടാവാം, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദമ്പതിമാർക്കിടയിലുള്ള ഐക്യം നഷ്ടപ്പെടാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഈ ചെരുപ്പ് പോലുള്ള വസ്തുക്കൾ കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് കേടുവന്നതായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരു കാരണവശാലും കട്ടിലിനടിയിൽ സൂക്ഷിക്കാൻ പാടില്ല. മുന്നേ പല വീഡിയോസിലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കേടുവന്നിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ വീട്ടിലെ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മളെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വഴി വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെക്കുന്നതേ ദോഷമെന്ന് പറയുമ്പോൾ കിടന്നുറങ്ങുന്ന കട്ടിലിന് താഴെ വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ആളുടെ ആരോഗ്യത്തെ ആയാലും മനസ്സമാധാനത്തെ ആയാലും എല്ലാം അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇനി മറ്റൊന്നാണ് പഴയ പത്രങ്ങൾ, മാസികകൾ, അതുപോലെ തന്നെ കലണ്ടർ എന്നിവ പോലുള്ള വസ്തുക്കളൊക്കെയും തന്നെ പല വീടുകളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെയും തന്നെ കൊണ്ടു തള്ളുന്നത് കട്ടിലിനടിഭാഗത്താണ്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് തീരെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ കട്ടിലിനടിയിലോ ആയിട്ട് ഒരിക്കലും വയ്ക്കാൻ പാടുള്ളതല്ല. ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൊട്ടിയ കണ്ണാടിയോ
പൊട്ടിയതല്ലാത്ത കണ്ണാടി ആയാലും പൊട്ടിയ കണ്ണാടി നമ്മൾ ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇനി നല്ല കണ്ണാടി തന്നെ ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പൊട്ടിപ്പോവാതിരിക്കാൻ കട്ടിലിനടിയിൽ കൊണ്ട് സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ണാടികൾ കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നതും അതിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം കുറയ്ക്കാൻ കാരണമാകും. വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഇത് കാരണമാകും. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലിനടിയിലും ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ ആലോചിക്കേണ്ട, ഇപ്പം തന്നെ അതൊക്കെ മാറ്റിക്കോളൂ. ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന കട്ടിലിന് താഴെ എന്ന് മാത്രമല്ല, ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവർ അങ്ങനെയുള്ള കുട്ടികളുടെ കിടക്കയൊക്കെ കട്ടിലിനടിയിലായിട്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് കുട്ടികളുടെ പഠനത്തിലുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ ഏകാഗ്രത നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കുന്നവർക്ക് രോഗം വരിക, ഞാനീ പറഞ്ഞതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.